ഞാൻ നമ്മുടെ ഈ സ്വത്തെല്ലാം ആദർശിൻ്റെ പേരിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ വക്കീലിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. ജലജയും അഭിയും ഇല്ലാത്തതിനാൽ എല്ലാവരുടെയും മുഖത്തെ സന്തോഷം കാണുമ്പോൾ മുത്തശ്ശൻ പറയും, നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ആർക്കും എതിരഭിപ്രായമില്ലെന്നാണ്. അപ്പോൾ ശരി, വക്കീലിനോട് അതിൻ്റെ നടപടി തുടങ്ങാൻ പറയാം എന്ന് മുത്തശ്ശൻ പറയുകയാണ്. അങ്ങനെ മുത്തശ്ശൻ്റെ കയ്യിലെ മോതിരം ആദർശിന് ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് വക്കീൽ വന്ന് സ്വത്തെല്ലാം ആദർശിൻ്റെ പേരിലേക്ക് എഴുതാൻ പോവുകയാണ്. അപ്പോഴാണ് ജലജയും അഭിയും കൂടി അങ്ങോട്ടൊരു ഫയലുമായി ചെല്ലുന്നത്. ഒപ്പിടാൻ വരട്ടെ എന്ന് ജലജ പറയുകയാണ്. എന്താടി എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ്. ഇനി നിനക്കെന്താണ് ഇവിടെ കാര്യം? രണ്ടാളും ആർത്തു ചിരിക്കുകയാണ്. എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കും, എന്താടാ ജയിലിൽ കിടന്നപ്പോൾ നിനക്കെന്തെങ്കിലും സംഭവിച്ചോ? എന്തിനാ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത്? വക്കീലിനെ വെച്ച് സ്വത്ത് ആദർശിൻ്റെ പേരിൽ എഴുതാൻ പോവുകയാണോ? അതെ, അതിന് നിനക്കെന്താ? ആ കോമഡി കണ്ടിട്ട് ചിരിച്ചതാ എന്ന് അഭി പറയുകയാണ്. ശരി, എഴുതി കൊടുക്ക്, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ സ്വത്ത് നിങ്ങളുടെ പേരിൽ വേണ്ടേ? എന്നാലല്ലേ പറ്റൂ. അപ്പോൾ എൻ്റെ പേരിൽ സ്വത്ത് എഴുതി തന്നതോ?